സൈഡ് കയറി. പിന്നെ നമ്മുടെ വണ്ടിയുടെ പ്രശ്നം അത് തീർന്നിട്ടില്ല, അതിപ്പോ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. നല്ല പെടല പൊട്ടുക, നല്ല സംഭവം വെച്ചാൽ ഇവിടെ വണ്ടി സ്കിഡ് ആയതുകൊണ്ടാ വെള്ളം ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. ഹായ് 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 ചെയ്യാൻ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ സെല്ലാപ്പാസ് കയറണം എന്നൊക്കെ കരുതി റിട്ടേൺ തിരിച്ചതാണല്ലേ. റിട്ടേൺ തിരിച്ച ആൾക്കാരാണ്. നമ്മൾ പോയോ? പോയില്ല. നിങ്ങൾക്കറിയാം, വീഡിയോ കണ്ടപ്പോൾ നമ്മൾ പോയിരുന്ന റൂട്ട് ഇതാണ്. റൂട്ടിൽ ഫുള്ള് കോടയായിരുന്നു, നല്ല തണുപ്പുണ്ട് ഗൈസ്. ഇപ്പം നമ്മൾ ഇന്നലെ എവിടെയാണ് കിടന്നുറങ്ങിയത്? ആ മല കാണുന്നുണ്ടാ? ഫുള്ള് മഞ്ഞാണ്. ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുകയാണ് ആ മലമ്മിൽ. ഈ മല കണ്ടാ? ഇത് ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുകയാണ്. ഇവിടെ കണ്ടാ? ഇതൊക്കെ മഞ്ഞ് വീണ് കിടക്കുകയാണ്. ഇവിടെ ഈ കാണുന്ന വെള്ളം ഉണ്ടല്ലോ, മോനെ വേർച്ചിട്ടാണെങ്കിൽ ഇത് പറയാൻ തന്നെ കേൾക്കുള്ള ഇതാണ്ടാ, ഇത് മഞ്ഞ് വീണ് കിടക്കുകയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യൊക്കെ കോർന്നുണ്ട്. കൈ കോറിയിട്ട് ഒന്നിനും വയ്യ, സത്യത്തിൽ പറഞ്ഞുതരാൻ ഞങ്ങൾക്ക് വയ്യ. ഞങ്ങൾ ഓരോ ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ട്, ഓരോ ഗ്ലാസ് കട്ടൻ ചായയും ബ്രെഡും കഴിച്ചിട്ട് നമ്മൾ ഇന്നലെ പോകുന്ന ഏരിയയിലേക്ക്, ഇന്നലെ പോകുന്ന വഴിക്കൂടെ നമ്മുടെ ആ മഞ്ഞിൽ കൂടെ നമ്മൾ പോവുകയാണ്. എന്താ അറിയില്ല, ഇന്ന് എത്രത്തോളം മഞ്ഞുണ്ട് ഒന്നും അറിയില്ല. ഏതായാലും അടിപൊളിയായിരിക്കും. ഇന്നലെ അവിടെ കടന്നുറങ്ങിയപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ചാനല കിടന്നുറങ്ങിയപ്പോൾ ഉള്ളിൽ നല്ല ചൂട്, സ്ലീപ്പിംഗ് ബാഗ് നല്ല ചൂടായിരുന്നു അല്ലേ. പുറത്തേക്ക് ഇപ്പോഴൊക്കെ നല്ല തണുപ്പാണ്. ഇവിടുത്തെ വിട്ടിക്കാണ് അവിടെ കട്ടൻ ചായ. അതിലവിടെ ബ്രെഡ് എടുത്തില്ലേ? ബ്രെഡ് എടുത്താ ഓരോ ബ്രെഡ് ഉണ്ടായിക്കോട്ടെ. പിന്നെ ഇവിടെ താഴത്ത് ഇവിടെ വരെ വീടുകളുള്ളൂ. പോണ്ട, ഇവിടെ വരെ വീടുകളുള്ളൂ. പിന്നെ ലാസ്റ്റ് ഒന്നും ഇതാ, പിന്നെ ഇവിടെ ഇല്ല, ഇതൊന്നുമില്ല. പിന്നെ അവിടെ കയറി പോകുമ്പോൾ പിന്നെ ഇനി കുറച്ചവിടെ കയറി പോകണം. അതിന് അവിടെയൊക്കെ ഉണ്ടോ എന്നുള്ള പോകുമ്പോഴേ എനിക്ക് അറിയുള്ളൂ. ഇന്നലെ നമ്മൾ വന്നൊരു ഓർമ്മയിൽ മാത്രമുള്ള ആളല്ലേ. ഇങ്ങോട്ട് പോരുമ്പോൾ ഇവിടെ വരെ നമ്മൾ കണ്ടുള്ളൂ. ഇവിടുത്തെ ആളുകളൊക്കെ ഇവിടെ ഡെയിലി ഒരു കാലാവസ്ഥ ഇവരെ അനുഭവിക്കാണല്ലോ അല്ലടാ. ഓ ഗായ്സ്, അതുപോലെ തന്നെ. അപ്പൊ ഞങ്ങള് ചായ കുടിക്കാറ്. കട്ടൻ ചായ എന്നൊക്കെ ക്ലാസ്സൊക്കെ കൈയൊക്കെ ഇത് കൊടുക്കൂലേ? ഇത് ഓഹനാളെ കൊടുക്കൂലേ? ഫോട്ടോ കൊടുക്കൂലേ? ഫോട്ടോ കൊടുക്കൂലേ? രാവിലെ കുറച്ച് വിറയിൽ കൂടുതലാ. റെഡ് കൂട്ടി കഴിക്കേ സണി കാണുന്നേ ഐസ്. ഓ ഞങ്ങളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി തൊള്ളേന്നൊക്കെതാ ഒരു വീഡിയോ വെച്ചോ. കോമഡി അറിയില്ലടാ ഈ അങ്ങോട്ട് നോക്കെങ്ങായി താത്തി കാണിച്ചാൽ വെച്ച റെങ്കില്ലാത്തോണ്ടല്ല, അതുകൊണ്ട് മേഘങ്ങൾ കെട്ടിക്കിടക്കുന്ന പൊന്തി പോവാണ് അവര്. ഓ വെഹിക്കിള വണ്ടി പോട്ടെ, പോട്ടെ. ആർമി വെഹിക്കിളാ, ആർമി ട്രക്കാണ്. ഇനിയുണ്ടാ? ഇനിയുണ്ട്. ഇനിയുണ്ടാ? ഇനിയില്ല. ഗായ്സ്, ഇന്നലെ വരുമ്പോ നമ്മൾക്ക് ഈ സൈഡിലൊന്നും ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു കാഴ്ച ഇല്ലായിരുന്നു കേട്ടാ. പക്ഷെ ഇന്ന് നല്ല രീതിയിൽ മഞ്ഞ് വീണ് കിടക്കുന്ന കാഴ്ചയുണ്ട്. അപ്പൊ മുന്നിൽ കാണുന്ന മലനിരയൊക്കെ ഉണ്ടല്ലോ, ഗ്ലാസ്സിന് കുറച്ച് ചെറിയ ക്ലിയർ അമ്മയുണ്ട്. വൈപ്പറിൽ അടിച്ചിട്ടൊന്നും കിട്ടണില്ല അത്. അപ്പൊ കുറച്ചൊന്നും അവിടെ പോയി കഴിഞ്ഞാലൊക്കെ ക്ലിയർ ആവും കേട്ടാ. വെയിറ്റ് ചെയ്യല്ലാവരും. അതെ, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും. വെയിൽ വന്നിട്ടേ വന്നിട്ട് 5:50 സൂര്യോദയം, 4:24 സൂര്യാസ്തമയം. അപ്പൊ ഇവിടെ സൂര്യൻ കുതിച്ച് നമുക്ക് വെയിലൊക്കെ കിട്ടുമ്പോഴത്തേനും സൂര്യാസ്തമയം ആകുകയാണ്. ഇപ്പത്തെ വെയിലിന്റെ ഒരു വെളിച്ചമാണ്. വെളിച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ. ഇവിടെ പകലായിട്ട് ഇങ്ങനെ ഉണ്ടാവും, അല്ലാതെ എന്തുണ്ടാവില്ല, ചൂടുണ്ടാവില്ല. ഇപ്പൊ ഈ സൈഡൊക്കെ ഇന്നലെ പോന്നപ്പോ ഉണ്ടായിരുന്നാടാ ഇതേപോലെ ഇല്ലല്ലോ. ഇതൊക്കെ ഇന്നത്തെ അല്ലേ? ഇപ്പോഴാണ് ഇത് ഇങ്ങനെ സംഭവിച്ചേ. സ്റ്റിയറിംഗ് ഉണ്ടല്ലോ, സ്റ്റിയറിംഗ് പോലും തൊടാൻ വേണ്ടി പറ്റണില്ല മര്യാദക്ക്. കൈ കോറിയുണ്ട്, കൈ ഫുള്ള് എന്താ പറയാ ഒരു മരവിച്ച ലെവലിലേക്ക് പോയിട്ടുണ്ട്. ഒരു എന്താ പറയാ ഒരു ഇർണം പിടിച്ച വേദന പോലെയാണ് അവർ നീറ്റില്. അപ്പൊ ഈ സ്റ്റിയറിംഗ് ആണെങ്കിൽ ഭയങ്കര തണുപ്പാണ്. നമുക്ക് തൊള്ളേതാണെങ്കിൽ ആകെ കിട്ടും വെച്ചാ ആകപ്പാടെ നല്ല രസമുള്ളതായിരുന്നു.
കഴിഞ്ഞില്ല, ഇന്നും കൂടി അല്ലേ ഉള്ളൂ. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാതെ ഇത് നമുക്ക് എന്നുള്ളതാണോ? അല്ല അല്ല, നമുക്ക് ആകെ കിട്ടിയത് ഇപ്പൊ 2 ദിവസം അല്ലേ. ഈ 2 ദിവസം നമ്മൾക്ക് നമ്മുടെ ഭാഗ്യം കൊണ്ട് കിട്ടിയതല്ലേ ഇതൊക്കെ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? നമ്മള് വീണ് കിടക്കണ കണ്ടാ അടിപൊളി വ്യൂ കേട്ടാ, നല്ല രസമുണ്ട് കാണാന്. കൊടൂര തണുപ്പാണ്. ആഹാ സൂപ്പർ, നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഗൈസ്. പൊട്ടില് നിറച്ച വീടാണ് നിന്നോ. കുറച്ച് ഫസ്റ്റ് പോയവർക്കൊക്കെ നല്ല കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇത് ഫുള്ളായിട്ടില്ലല്ലോ. ഓ മൈ ഗോഡ്, ഇതൊന്നും ഇന്നലെ കിട്ടിയില്ല ഗൈസ്. ഇന്നലെ പൊട്ടിലാണ് ഈ വീട് കിടക്കണത് ഗൈസ്. ഓ മൈ ഗോഡ്, റോട്ടില് ഇവിടെയൊക്കെ റോട്ടിൽ നല്ല മഞ്ഞുണ്ട് കേട്ടോ ഗൈസ് അല്ലേ. ഇവിടെ കല്ല ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പൊ ഈ ചൂട് തട്ടി ഉരുകി ഒലിച്ചു പോവാണ്. കണ്ടേ ഇങ്ങനത്തെ ഏരിയയിൽ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോ നമ്മൾ തുടക്കത്തിൽ പോയപ്പോ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ചിലപ്പോ വണ്ടി ചിലപ്പോ തെന്നാനൊക്കെ സാധ്യത ഉണ്ട്. പിന്നെ അത്ര സ്നോ ഇല്ല, സീസൺ ആയി വരുന്നല്ലേ ഉള്ളൂ. പിന്നെ കൊറേ വണ്ടികളും പോയില്ലേ. ഇപ്പൊ എത്ര വണ്ടികൾ പോയി. അപ്പൊ അതൊക്കെ കേറി മറിഞ്ഞു പോയില്ലേ. നമ്മള് പിന്നെയല്ലേ പോണേ. അപ്പൊ കഴിച്ച അപ്പൊ നമ്മള് സെല്ലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്നലെ ഇവിടെയാണ് കുക്ക് ചെയ്തതൊക്കെ അല്ലെ. ഇന്നലെ ഇവിടെ കുക്ക് ചെയ്ത. അപ്പൊ നമ്മൾ ഇനി താഴത്തേക്ക് ഇറങ്ങുവാണ്. നമ്മള് സെല്ലിൽ നിന്നും ഇറാങ്ങിലേക്ക് താഴത്തേക്ക് ഇറങ്ങി പോവാണ്. ഇവിടെ ഇന്നലത്തെ അത്രയൊക്കെ തന്നെ ഉള്ളൂ അല്ലേ. ഈ ലേക്കാണ് ഫുള്ളായിട്ട് എന്താ പറയാ ഫുൾ ഐസായി മാറി വെള്ളം. അല്ലാത്ത പ്രശ്നമൊന്നും ഇവിടെ അല്ല. ഇവിടെ ഇന്നലെ കണ്ട കാഴ്ച തന്നെ ഉള്ളൂ. ഇനിയിപ്പോ അങ്ങോട്ട് താഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. ഉണ്ടെങ്കിൽ നോക്കാം. ഇവിടെ റോട്ടിലൊക്കെ കുറച്ചുണ്ട് കേട്ടോ. റോട്ടിലുണ്ട്. ഇന്നലെ എത്ര ഉണ്ടായിരുന്നോ അല്ലേ. അപ്പോ ഞങ്ങൾ ഇനി പിന്നെ വരാം. പിന്നെ അതെ, എനിക്ക് തോന്നുന്നു അതുവഴി പോവാണെങ്കിൽ പിന്നെ വേറെ ഏതൊരു ഏരിയക്ക് പോകാൻ പറ്റും. എന്നാ പിന്നെ ഞങ്ങൾ ഇനി താഴത്തേക്ക് അങ്ങനെ സെല്ലിൽ നിന്നും താഴത്തേക്ക് അത്യാവശ്യം കോട കയറി കിടക്കാണ്ട് ഞങ്ങള് മഞ്ഞാണ്, മഞ്ഞ് പെയ്യണ കാലം. അപ്പൊ ഇവിടെ ഉണ്ട് റോഡിലുണ്ട്. ഇഷ്ടംപോലെ റോഡ് വെള്ളമായിട്ടാ കിടക്കണേ. ഇത് ഇന്നലെ നമ്മള് കണ്ടില്ല, ഇന്നലെ കിട്ടിയില്ല നമുക്ക്. അതിന്റെ ഒരു ഇന്ന് കിട്ടി. അതില് ആ ഒരൊറ്റ വണ്ടിയാ പോയത്. മോനെ പതുക്കെ പോണ്ടാ. പതുക്കെ പോകണം. അടിപൊളിയായില്ലേ, സൂപ്പറായി, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്താലേ ഏടാ മോനെ, ഇത് പൊളിക്കും. എടാ എന്നാ ഒരു ഭംഗിയാ. റോഡ് മൊത്തം മഞ്ഞാണ് കഴിച്ചു. റോഡ് മൊത്തം മഞ്ഞ് കയറി കിടക്കാണ്. എങ്ങനെയുണ്ട് നമ്മുടെ കൂമ പോകുന്ന കണ്ടങ്ങള്. കുക്കുവിനെ മഞ്ഞിൽ ഇറക്കി നിർത്തിയിട്ട് ഞാന് അവൻ മഞ്ഞൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ. അവൻ മഞ്ഞൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ. നമ്മളെ കൂമനെ ഒന്ന് കിട്ടട്ടെ. കൂമന് മഞ്ഞിൽ കളിക്കുന്നത് കണ്ട. ഓ ഗായ്സ്, അടിപൊളി അടിപൊളിയായിട്ടുണ്ട്. ഇന്നലെ കണ്ട സെല്ലേ അല്ല. അപ്പൊ ഓരോ ദിവസം പോകും തോറും കൂടിക്കൊണ്ടിരിക്കുവാണ്. ഇത് അധികം എന്താ റോഡിലെ കുഴികളിലാണ് ഇത് കൂടുതലായിട്ട് പതിഞ്ഞിരിക്കുന്നത്. പലയിടങ്ങളിലും മഞ്ഞ് ഉരുകി വെള്ളമായി ഒലിച്ചു പോയിട്ട്. താഴ്ചക്കൊക്കെ ഉണ്ടല്ലേ, എല്ലാവരും ഉണ്ട്. നമുക്കിപ്പോ ഡ്രൈവ് ചെയ്യണതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, ഓക്കെയാണ്, നല്ല രീതിയിൽ പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിനേക്കാൾ ഉണ്ടെങ്കിൽ ചിലപ്പോ നമുക്ക് എന്താ പറയാ തിരിയാൻ സാധ്യതയുണ്ട്. ഈ ഒന്നായിട്ട് ഇങ്ങനെ വെള്ളം കടിക്കാൻ പൊളിയാണ് ഞാൻ കണ്ട സ്വപ്നമാണോ ചോദിച്ചില്ലേ. ഇതൊക്കെ നമ്മള് കണ്ട സ്വപ്നമാണ്. നമ്മള് കണ്ട സ്വപ്നത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ലോണ്ട് അതെ, ഇവിടെ കുറച്ച് കൂടുതലുണ്ട്. ആകാശം ഏതാ, റോഡ് ഏതാന്ന് അറിയാൻ പറ്റില്ല. എത്ര നല്ല നിവർത്തിക്കണ്ടറിയോ. കുറച്ചൊന്നുമല്ല, നല്ല ഇന്നലെ എത്ര കിലോ കേട്ടോ. ഇന്നലെ തീരല്ല, നമ്മള് വന്നപ്പോ ഇല്ല. പക്ഷെങ്കിൽ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. ആകാശം മേഘങ്ങൾ കെട്ടിക്കെടുക്കണം. താഴത്തേക്കുള്ള റോഡൊക്കെ തന്നെ
ഓ ശ്രദ്ധിച്ചു പോകണം കാഴ്ച നമ്മൾ പറയുമ്പല്ല നമുക്ക് ഇനി അങ്ങോട്ട് പോകുന്ന ഗ്യാപ്പിലൊക്കെ ചിലപ്പോ നല്ല രീതിയിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അല്ലെ. പിന്നെ ഈ ജാതി വളവുകളിലൊക്കെയാണ് നമ്മൾ പേടിക്കേണ്ടത്. വളരെ പതുക്കെ നമ്മൾ ഇന്നലെ രാത്രിയാണ് ഇതിൽ പോരുന്നെങ്കിൽ കഴിഞ്ഞു കുട്ടിയേ. സൈഡും ഒക്കെ നോക്കാം. ഇവിടൊക്കെ ഇപ്പൊ നല്ല കൂടി ഇവിടെ വണ്ടി സ്കിറ്റ് ആയിനാണ്ടാ വിലം കടിച്ചത് രാത്രിത്തെ പോന്നപ്പേ. ഓ ഇതിലിറങ്ങി പോവൂലേ? നമ്മൾ തിരിച്ചു പോകേണ്ടി വരുമോ? നമ്മള് പതുക്കെ പോകും. പോകുവോ? പോകാതെ വേറെ ആരും പോയ വീലിന്റെ പാടൊന്നുമില്ല കാര്യം. മൂടിണ്ടോ? അതൊക്കെ മൂടിയതാവൂലേ? യാടാ എന്തത് വളരെ പതുക്കെ സ്ലോയില് നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂട്ടാ. ഇന്നാണ് നമുക്ക് ശരിക്കും ഇവിടെയൊക്കെയാണ് ഇങ്ങനത്തെ ടേണിംഗ് ആണ് നമുക്ക് പേടിക്കേണ്ടത്. കാരണം ഇവിടെ കണ്ട ഇവിടെ ബാരിക്കേഡില്ല, പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങോട്ട് നോക്കാം ആകാശം, ഞങ്ങൾ സ്വർഗത്തിലാണോ? സ്വർഗത്തിൽ നിൽക്കുന്നത് പോലെയാണല്ലത്. സ്വർഗം തന്നെ. നമ്മള് എന്താ പറയാ, വാക്കുകളില പറയാന് നമ്മൾക്ക് വാക്കുകളില്ല. കാരണം എന്താ വെച്ചാല് നമ്മള് സ്വപ്നത്തിൽ മാത്രമാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാഴ്ച കാണുമ്പോ ഒരുപാട് ദൈവത്തിനോട് നന്ദി പറയാണ്. അതുപോലെ തന്നെ കൂട്ടത്തിൽ നന്ദി പറയേണ്ട ഒരു പേരും കൂടി ഉണ്ട്. ഞങ്ങൾ മനസ്സുകൊണ്ട് അദ്ദേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നുണ്ട്. കാരണം ഈ ഒരു അവസ്ഥ ഇവിടേക്ക് ഞങ്ങൾ എത്തുന്ന പറഞ്ഞാല് അത് നിസ്സാരമല്ല, പറയാൻ വയ്ക്കുന്ന കേസ്. ഈ കാഴ്ചയാണ് നമ്മൾ കാണണമെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു സ്ഥലം പറഞ്ഞു തന്നതൊക്കെ എന്താ പറയാ, നമ്മൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ സിറ്റുവേഷൻ നമ്മൾക്കിത് മിസ്സാവൂലേ? പിന്നെ നമ്മള് ഞാൻ ഡ്രൈവ് ചെയ്യാണ് ഒന്നും പറയാൻ കിട്ടുള്ളൂ കേട്ടോ. ഇത് സംഭവത്തെ എന്താ ഒരു വണ്ടി അടിക്കിട്ട് കണ്ട. അപ്പൊ അതാണ് വളവുകളിൽ നല്ല സ്ലോവിൽ ഇറങ്ങാനേ പറ്റുണ്ടാവുള്ളൂ. നമ്മളെ അടിക്കാൻ വേറെ ആരും പോയിട്ടില്ല. ഒരു ട്രാക്ക് കാണുന്നുള്ളൂ മഞ്ഞല്. ഇതിലിപ്പോ അവിടെ നിന്ന് ആരും പറഞ്ഞൊന്നും കൂടി ഇല്ല. അതായത് ഇതിലെ പോകണ്ട അവിടെ എന്താന്ന് ഏതാണെന്ന് പറഞ്ഞില്ല. പക്ഷെ എങ്കിലും അവിടെ നിന്ന് റിട്ടേൺ വണ്ടികൾ റിട്ടേൺ പോയ പാട് കണ്ട്. അപ്പൊ അവരൊക്കെ ഇത് പേടിച്ചിട്ട് റിട്ടേൺ പോയതാവാം. ഇതിലെന്താ കാൽപ്പാടുണ്ടല്ലോ, ഇതിലെന്തെങ്കിലും നരിയോ പുലിയൊക്കെ ഇറങ്ങി പോയിക്കൂടാ. ഇവിടെ പിന്നെ പാണ്ടല്ലേ, പാണ്ടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവാം. നമ്മളിപ്പോ ഒരു 5-6 ബെണ്ട് ഇറങ്ങി പോന്നു. എന്നിട്ട് ഒരൊറ്റ വണ്ടികൾ ഇങ്ങോട്ടില്ല അങ്ങോട്ടുമില്ല. ഇതിന്റെ ഇടയിൽ ഞങ്ങള് റീല് ഷൂട്ട് ചെയ്തു. അങ്ങനെ ഫോട്ടോസ് എടുത്തു, ഇറങ്ങി നിന്നു. എന്നിട്ടും വണ്ടികളില്ല. പിന്നെ നമ്മൾ പോകുന്നത് സെക്കൻഡ് ഗിയറിലാണ് നമ്മൾ ഇറക്കിക്കൊണ്ട് വെക്കണ വണ്ടി. നമുക്ക് സ്പീഡിൽ പോകേണ്ടവർക്ക് പോവാം. പക്ഷേങ്കിൽ നമ്മളെന്താ വെച്ചാൽ ഇത് ആസ്വദിച്ച് നമ്മുടെ സേഫ്റ്റി നമ്മളത് ആസ്വദിച്ചും പോകുന്നത് കൊണ്ട് ഈ ഒരു സ്പീഡ് മതി നമുക്ക്. നമുക്കിപ്പോ അവിടെ താഴത്ത് എത്തിയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. നമ്മൾക്ക് ഇന്ന് ഈ കാഴ്ച കഴിഞ്ഞാലേ നാളെ തൊട്ട് ഈ കാഴ്ച അല്ല, ഇത് ഇന്നും കൂടെ ഉള്ളൂ. അപ്പൊ വേറെ നാളെ തൊട്ട് വേറെ കാഴ്ചയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നും കൂടെ ഉള്ളൂ. ഇത് ഇന്ന് മാക്സിമം നമ്മൾക്ക് മനസ്സിക്ക് കയറ്റണം, ഇതിനെ അനുഭവിക്കണം. സുഖമേ സുഖം, എന്തൊരു സുഖമോ എന്തൊരു സുഖം. അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല നല്ല രസല്ലേ ഈ മരത്തിനൂടെ ഇങ്ങനെ ചാടി കിടക്കുന്നത്. നമ്മള് ഈ ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴാണല്ലോ അതേപോലത്തെ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോഴൊക്കെ ഉണ്ടാവും. പിന്നെ താഴത്തേക്ക് ഇന്നലത്തെ അതേപോലെ തന്നെയാണ്. കോട കയറിയിട്ട് നമുക്ക് താഴത്തേക്ക് ഒന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. ആ സൈഡൊക്കെ കണ്ടാണ് ഒന്നുമില്ല, ഒരു സംഭവം കാണാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ നമുക്ക് പോകുന്ന റൂട്ട് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. എനിക്ക് അത്ര അങ്ങനത്തെ റോഡിൽ കയറി കിടക്കുന്നില്ല. നമ്മളവിടെ മേലുള്ള അത്ര അങ്ങോട്ട് ഇവിടെ എല്ലാം ഉള്ളതാണ്. ഏതായാലും ഇവിടുത്തെ ഒരുക്കിക്കണം. ഏതായാലും നമ്മൾ താഴത്തേക്ക് ഏകദേശം എത്താറായി എന്നാണ് ഞാൻ കേൾക്കുന്നത്. ആർമി വെഹിക്കിൾ വരുന്നുണ്ടോ? ഒരു ചിരിക്കുന്നുണ്ട്. ഉഷാറായിക്കണം മക്കളെ, ഉഷാറായിക്കണം. ഈ ഫ്ലാഗ് ഉണ്ടല്ലോ, ഈ ബുദ്ധിസ്റ്റ് ഫ്ലാഗുകൾ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ ഫ്ലാഗും കൂടി കാണുമ്പോൾ വല്ലാത്തൊരു ഉന്മേഷമാണ്. സത്യമായിട്ട് അല്ലേ? ഈ ഫ്ലാഗുകൾ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു ഉന്മേഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ കെട്ടിയിരുന്നു ഓട്ടോഷമേ. ഈ വണ്ടിയിൽ നമുക്ക് കെട്ടണം.
കെട്ടണം. അതെ. ഓ ഗായ്സ്, മുന്നിക്ക് തീരെ കാണാൻ പറ്റാത്ത അത്രയും കോട കയറി കിടക്കോട്ടെ. കാണില്ല മുന്നിക്ക്. ഞാൻ മാത്രല്ല, ഈ സൂര്യപ്രകാശം കൂടി ഉണ്ടായിട്ട് കണ്ണിന് പുളിപ്പട്ട് മുന്നിക്ക് വിഷ്വൽ എന്ന് പറയുന്ന ഒരു 10-15 അടി അത്രേ നമുക്ക് മുന്നിക്കുള്ള കാഴ്ച കിട്ടും. അതിന്റെ അപ്പുറത്തേക്ക് മുന്നിക്ക് കാഴ്ചയില്ല. അതുകൊണ്ട് തന്നെ പതുക്കെ പോവാ. ഈ ടേണിംഗ് ഒക്കെ വരുമ്പോഴാണ് വിഷയം. ടേണിംഗ് എടുത്തിട്ടൊക്കെ കാണും, ഇല്ലാന്നാണെങ്കിൽ കാണൂലേ. ഇപ്പൊ കാണുന്നില്ല നിങ്ങള്. അപ്പൊ അവിടെ ഇവിടത്തെ ഒരാളെന്തോ ഒരു വർക്കിലാണ്. ഇവിടുത്തെ നാട്ടുകാരോട് ചെറിയ പൈതൽ എനിക്ക് ശീലമായി. ഇവിടെ ട്രക്ക് ഉണ്ട് മുന്നില്, കാണണ്ട. വീഡിയോയില് കണ്ടാണ് ആവാറേ. നമുക്ക് മുന്നിൽ നേരെ ഓപ്പോസിറ്റ് വന്ന് വരുന്നുണ്ട്. ഓക്കെ. ഈ ഒരു കാലാവസ്ഥയിലും റോഡിന്റെ നിർമ്മാണം അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അവിടെ അമ്മമാരാണ്, ചേച്ചിമാരാണ്, എല്ലാവരും ഉണ്ട്. നമ്മള് എന്താ പറയാ, സാറൊക്കെ കാണാൻ വേണ്ടി പറ്റില്ല. കാരണം ഇത്രയും കോടയും മഞ്ഞൊക്കെ വീഴുന്ന ഈ സ്ഥലത്ത്, ഈ ഒരു കാലാവസ്ഥയിൽ ഈ സ്ഥലത്ത് ഇവിടെ ഇപ്പോ ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ, നാട്ടിലത്തെ പോലെ അല്ലല്ലോ. അപ്പൊ ഇവിടെ ഇവര് റോഡ്, ഇത്രയും നല്ല റോഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് അത് നിസ്സാര കാര്യമായിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. കാരണം ഇപ്പോഴത്തെ നമ്മളിപ്പോ പോകുന്ന വഴിയെ കണ്ടില്ല ഞങ്ങള്, അത്രയും മഞ്ഞ് കെട്ടി കിടക്കണം. അതിലൊക്കെ എങ്ങനെ ഒന്ന് ഡാറിയും. എന്നാൽ തന്നെ ഈ റോഡ് എല്ലാം കൊണ്ടും ഓക്കെയാണ്. ചിലയിടങ്ങളിൽ മാത്രം ഒന്ന് പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ളൂ. ഇവിടെ ആർമി ഉദ്യോഗസ്ഥന്മാർ അവർ ജോലി ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും ഉണ്ട്. എല്ലാവരും വളരെ ആക്റ്റീവാണ് അല്ലേ. മഞ്ഞൊക്കെ പോയി കഴിച്ചു, നല്ല ക്ലൈമറ്റ് ആയി അല്ലേ. പിന്നെ ഞങ്ങളുടെ മുന്നിൽ 2 ആർമി ട്രക്ക് ഉണ്ട്, ഞങ്ങളുടെ ബാക്കിൽ 2 ആർമി ട്രക്ക് ഉണ്ട്. അതീവ സുരക്ഷയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. പിന്നെ അതീവ സുരക്ഷയിലാണ്. ഞങ്ങളെ താഴത്ത് എത്തിക്കാൻ വേണ്ടിട്ട് മാത്രമല്ല, ഇവര് താഴത്തേക്ക് പോവാട്ടെ. ഇവരെന്താ വെച്ചാല് ഇവര് താഴത്തേക്ക്. നമ്മളിന്ന് ഗുവാഹട്ടിയിലേക്ക് എത്തൂല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് ഏകദേശം 390 കിലോമീറ്ററോ 95 കിലോമീറ്ററോ അത്ര ഉണ്ട്. പിന്നെ നമ്മൾക്ക് ഇപ്പൊ വെയിൽ കാര്യമായിട്ട് കാലാവസ്ഥ ഒക്കെയാണ്, കുഴപ്പമില്ല. എന്താ കുക്ക് ചെയ്യണം, നല്ല വിഷം. നമ്മൾ ഇന്നലെ ഇവിടുത്തെ അന്ന് കയറി പോകുന്നില്ലേ അവിടെ ആർമിക്കാരുടെ അവിടെ സ്പേസ് മറ്റേ ഇവിടെ നിൽക്കാണ്. ഇതിൻ്റെ അടുത്തൊക്കെ വീട് നമ്മൾ ഇവിടെയാണ് കുക്ക് ചെയ്യണമെങ്കിൽ അല്ലേ. ഇവിടെയല്ല നമ്മളന്ന് കുക്ക് ചെയ്ത്, ഇവിടെയാണ് നമ്മള് പക്ഷേങ്കില് ഇവിടെ ഇപ്പൊ സാധ്യമല്ല അല്ലേ. സാധ്യമല്ലാത്ത എന്താ വെച്ചാലേ കംപ്ലീറ്റ് ഓരോ വണ്ടികളാണ്. എന്താ പട്ടിണി നടന്ന് പോകുക. അങ്ങനെ നേരായി പോന്നിട്ട് കഴിഞ്ഞ തുമ്മല അവിടെ പോന്നിട്ട് ഇരുല്ലേ ഇത് കഴിഞ്ഞ ആ ക്ലാസ്സിലുള്ളൂ. പിന്നെ ഇത്ര ഞാൻ എന്നോട് ചോദിച്ചത് ഉണ്ടോ, ഇതുണ്ടാവില്ലേ കൈ കൊഴിച്ചിട്ടും കാര്യമില്ല. ഒന്നര പുതിർത്താം. ഞാനാ ഇതിലുണ്ട് ബാക്കിയാക്കിയേക്കാണ് ഇത്. ഓ ഗൈസ്, വാൻ ലൈഫ് ഇന്ത്യ. അതെ, മുടിയൊക്കെ പാറിയിക്കണം, ഒക്കെ ശരിയാക്കാണ്ട് ഗൈസ്, ഒക്കെ ക്ലിയർ ആക്കാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണെന്ന് ക്ലിയർ ആക്കാം. ഒന്ന് ഇറങ്ങട്ടെ, ചോട്ടൊക്കെ എത്തട്ടെ. അത് അവലിങ്ങനെ കുഴച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യില് പഴം കട പഴം നേരെ പച്ചപ്പഴൊക്കെ വാങ്ങിക്കണത്. നോക്കണ്ടെങ്കിൽ പച്ച കിട്ടാൻ പാടാണ്. എന്തേലൊക്കെ കഴിക്കേണ്ട രീതിട്ടേ വാങ്ങി വെച്ചതാണ്. ഓരോന്നതിയാ നേരത്തെ പോരെ. നമുക്ക് കുക്ക് ചെയ്യണം. കുക്ക് എപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലേ. ചിലപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പിൽ തന്നെ കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം, പറ്റിയില്ലെങ്കിലാ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളവിടെ നിന്ന് ചായ കുടിച്ച് കുറച്ചവിടെ പോന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം കിട്ടുമെന്ന്. ഇപ്പോൾ കിട്ടിയില്ലേ? ഗൈസ്, അപ്പോൾ നമ്മളുടെ കുക്കിംഗ് ഇവിടെയാണ് ആരംഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ ചോറ് വെച്ചു കേട്ടോ. ചോറ് വെന്തു അല്ലേ.
ഇവിടെ എന്തോ ഇവരുടെ എന്തോ ഒരു അടയാളം ഇവിടെ ഉണ്ട്. നമുക്കത് എന്താണ് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റണില്ല. പിന്നെ ഇവിടെ അവരുടെ ഫ്ലാഗ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ, നല്ല കാറ്റാണ്. നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ്. ഇവിടെ നിന്നുള്ള വ്യൂ അത് എന്താ പറയുക, അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. ഈ മലഞ്ചെരിവുകളുടെ ഇടയിലൂടെ ഒഴുകുന്ന, അതിൽ നദി ഒഴുകുന്നുണ്ട്, കാണുന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഇതൊരു വില്ലേജ്, അതിൻ്റെ മേലെ കാണുന്ന അതൊരു വില്ലേജ്, അതിൻ്റെ മേലെ കാണുന്ന അതൊരു വില്ലേജ്. അങ്ങനെയാണ് അവിടെ കൂട്ടത്തോടെ എങ്ങനെയായിരിക്കും വീടുകൾ അല്ലേ. ഇവരുടെ ആ ഒരു വില്ലേജുള്ള ഏരിയകളിൽ മാത്രമേ നെറ്റ്വർക്കൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഏരിയയിൽ നെറ്റ്വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒഴിഞ്ഞൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അവിടെ നെറ്റ്വർക്ക് ഉണ്ടാവില്ല അല്ലേ, ഒഴിഞ്ഞു പോകാനുണ്ടാവില്ല. ഇവരുടെ വീടുകൾ അവിടെ 2 ടവറുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അത് മാത്രമല്ല, ഇവിടേക്ക് കയറിയപ്പോൾ തൊട്ടേക്ക് മനസ്സിലായൊരു കാര്യമാണ്. ഇനിയിപ്പോൾ ചോറ് ഊറ്റിയിട്ട് പിന്നെ കറി അറിയാൻ മാത്രമൊന്നുമില്ല, ഇന്നും കൂടി മുട്ടയാണ്. ചടപ്പന്നെയാണ്. പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇത്. മുട്ടയും നൂഡിൽസും അതെ, തള്ളിക്കളാൻ പറ്റില്ല. അതെ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം കൂടി നമ്മൾ എന്താ പറയുക, മുട്ടയാണ്. വൈകിട്ടേക്ക് ഉണ്ടാക്കണില്ല, ഇപ്പോഴേക്ക് മാത്രം ഉണ്ടാക്കണുള്ളൂ. രാത്രിയേക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മൾ ചൂടാക്കണം. ഇപ്പം തന്നെ ഈ ചോറ് രാത്രി ചൂടാക്കേണ്ടി വരും കേട്ടോ. വെന്തില്ല, വേവ് കുറവുള്ള മാതിരി അത് കഴിക്കടാ. വെന്തിക്കണോ നെക്കി നോക്കാ ഇല്ലേ? പിന്നെ അത് ഊറ്റുക. അത് ഊറ്റിയിട്ട് ഇനിയിപ്പോൾ മുട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയും. പിന്നെ നമ്മൾ ഇവിടുന്ന് പോകും. ഇവിടുത്തെ ഒരു വ്യൂ അത് അതിമനോഹരമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഇവിടെ ഈ ഒരു ഇതിന് മേലുള്ള ഒരു തരം പൂവാണ് ഈ ഒരു പൂവ് എന്ന് പറയുന്നത്. ഒരു മഞ്ഞപ്പൂ, അതായത് നമ്മുടെ മല്ലിക തന്നെയാണെന്ന് പറയാം. മല്ലികൻ്റെ ചെടി തന്നെയാണ്, മല്ലിക ചെടി. പക്ഷേ സാധാ നമ്മുടെ മല്ലികയല്ല, മല്ലികയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മല്ലിക. ഇതാണ് ഇതിൻ്റെ ഇലകളെ കാണുമ്പോൾ മല്ലിക തന്നെയാണ്. ആ പൂവിൻ്റെ തണ്ടൊക്കെ പക്ഷേ പൂവിൻ്റെ ഇതൾ നല്ല മാറ്റമാണ്. ഇത് ഇവിടത്തേക്കാണ് തണുപ്പിലുണ്ടാകണ മല്ലികയാണോ ഡൗട്ടുണ്ട്. തണുപ്പ് മല്ലികയാണ് കഴിച്ചത്. അത് എന്നാൽ സുന്ദരമായ അതിമനോഹരമായ അത് ആരുകൂടെയാണ് മതി ഒഴുകുന്നത്. അത് വൈകിട്ട് അങ്ങനെ അതുവഴി അങ്ങനെ പോവുകയാണത്. ഈ എന്താ പറയുക, ഈ പർവ്വതങ്ങളുടെ ഇടയിലൂടെ അങ്ങനെ ഒലിച്ച് പോവുകയാണ്. ഞാൻ കുക്ക് ചെയ്യാട്ടോ. ഇത് മുട്ട ഉണ്ടാക്കട്ടെ. പണിയായി എന്നാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ മിസ്സിങ് ആണല്ലോ, വണ്ടിക്ക് മിസ്സിങ് ആണ്. അപ്പം നമ്മൾ വെള്ളം ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. പക്ഷേ 2 സെറ്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. ഇവിടെ കൂളിങ്ങിൻ്റെ ഏരിയ ആയതുകൊണ്ട് എന്താ പറയുന്നത്, ഇപ്പോഴൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ കുഴപ്പമില്ലെന്നല്ലേ. അതായത് ഇവിടെ ഒന്നും ഓയിൽ ലീക്ക് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണുന്നില്ല. എന്തായിരിക്കാം, എന്താവും മേടാ, നോക്കട്ടെ കേട്ടോ. ഓക്കെയാണെന്ന് തോന്നുന്നു. അതായത് റൈസിങ് ഒഴിവാക്കിയിട്ട് അപ്പോൾ ഹീറ്റാകാത്ത പ്രശ്നമായിരുന്നോ? ഞാൻ എല്ലാം റൈസ് ആക്കിയിരുന്നപ്പോൾ ഗിയർ മാറ്റുമ്പോഴാണ് മെയിനായിട്ട് ആ വിഷയം വരുന്നത്. ഇപ്പോഴൊക്കെ ഉണ്ട് ആ വിഷയം. ഇപ്പൊ ചെറുതായിട്ടില്ലേ? ഇപ്പോഴൊക്കെ ഉണ്ട്. അതായത് വണ്ടി മൂവ് ആവണില്ല. വണ്ടി പണ്ടപ്പോ അതൊക്കെ പോണുള്ളൂ. ഓക്കെ, കിട്ടുമോ നോക്കാം നമുക്ക്. ചിലപ്പോ കിട്ടും. തള്ളണ് മിസ്സിങ് ആണല്ലേ? മിസ്സിങ് MPFI എഞ്ചിനാണത്. MPFI എഞ്ചിനാണ്, കാർബറേറ്റർ അല്ല. ഇതിനുണ്ടാവും മിസ്സിങ്, ഇതിനുണ്ടാവും എനിക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണല്ലോ യൂസ് ചെയ്യണേ. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ സ്മൂത്തായി. ഇപ്പൊ നമ്മള് പോകുന്നത് 3rd ഗിയറിലാണ്. ഇപ്പൊ വണ്ടി സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇതുകൊണ്ട് ഇവിടുത്തെ തണുപ്പ് കൊണ്ടേ അങ്ങനെ ആവാൻ സാധ്യത ഉണ്ട്. ഇന്ന് രാവിലെ എടുത്തപ്പോ ഇല്ലല്ലോ. പക്ഷെ മിനിഞ്ഞാൻ നമ്മള് ആ പുഴക്കരയിൽ നിന്ന് സ്റ്റാർട്ട് ആക്കില്ല വണ്ടി. അപ്പൊ ഉണ്ടായിരുന്നു ചവിട്ടി കൊടുത്തല്ല. അപ്പൊ അതേപോലെ ആവാൻ സാധ്യത ഉണ്ട്. ഹീറ്റർ പ്ലഗ് ഒന്നും പൊന്തണില്ലേ? ഒന്നിലേറെ മെയിൻ ആയിട്ടുള്ള വിഷയം ഹീറ്റർ പ്ലഗ് ഒന്നും പൊന്തണില്ല. ഒരു മലന്റെ ഒരു സൈഡ് ഫുള്ള് പൊളിഞ്ഞാടിയോ അല്ലേ? പകുതി എടുത്താക്കില്ലേ? സ്പൂണോണ്ടേ പോലെ ഉണ്ട്. ഏതായാലും വലിയ അപകടമൊന്നും അല്ലാന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കുറച്ച് അപ്പുറത്താണ് അല്ലേ? അപ്പുറത്തേക്കാണ്. അപ്പൊ ഞങ്ങള് മഞ്ഞമലയിൽ നിന്നൊക്കെ താഴത്തേക്ക് എത്തിയേക്കണേ. ഇനി നമ്മൾക്ക് ഗുവാഹട്ടിയാണല്ലോ നമ്മുടെ ലക്ഷ്യം. നമുക്ക് എത്തേണ്ടത് 250ഓളം കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ്.
പോകുന്ന വഴിയിൽ ഇന്ന് വഴിക്കൽ എവിടെയെങ്കിലും തങ്ങേണ്ടി വരും. കാരണം ഇവിടെ 4:00ക്ക് സൂര്യാസ്തമയം ആയതുകൊണ്ട് ഇപ്പൊ തന്നെ 2:30 ആയി. 2:30 അല്ലേ? ഞാൻ 2 മണിക്കൂറും കൂടി അല്ലേ ഉള്ളൂ പകല്. കഴിഞ്ഞു. 2 മണിക്കൂർ കൊണ്ട് 250 കിലോമീറ്റർ ഓടാൻ വേണ്ടി കഴിയില്ലല്ലോ. പിന്നെ ഇപ്പൊ നമുക്ക് ഓടാം, എങ്ങനെ നൈറ്റ് ഓടാം, അതിന് പ്രശ്നമൊന്നുമില്ല. അതിനൊക്കെ പറ്റുന്ന നല്ല സ്ഥലം തന്നെയാണ്. വലിയ പ്രശ്നമൊന്നുമില്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലം തന്നെയാണ്. പക്ഷേ നൈറ്റിൽ ഇവിടെ ഓടുമ്പോൾ ഉള്ള ഒരു വിഷയം ഈ മണ്ണിടിച്ചിലാണ്. അതിപ്പോ ഏത് നേരത്തെ എങ്ങനെയൊക്കെ ഉണ്ടാവുന്നൊക്കെ പോയിക്കുന്നുണ്ടോ സൈഡൊക്കെ. അപ്പൊ ഇന്നും സൂര്യാസ്തമയായി, ഞങ്ങള് യാത്രയിൽ തന്നെയാണ്. പിന്നെ എവിടെയാണ് ഇനി കിടക്കാൻ പറ്റി അറിയില്ല. ഇല്ലാന്നാണെങ്കിൽ ചിലപ്പോ ഞങ്ങള് അങ്ങനെ കൂടും. പിന്നെ നൈറ്റ് ഡ്രൈവ് ആക്കും അല്ലേ? നൈറ്റില് ഒന്നും ഇതുവരെ നമ്മൾ ഓടിയിട്ടില്ല. കാലാവസ്ഥ നമുക്ക് അനുകൂലമാണെങ്കിൽ, അതായത് കോടയൊന്നും ഇല്ലാന്നാണെങ്കിൽ നമുക്ക് പോവാം. ഇല്ലാന്നാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ സൈഡാക്കാം. സൈഡാക്കാനും കിട്ടുന്ന സ്ഥലമേ. കാരണം ഇവിടെ സൈഡാക്കിയോണ്ട് വലിയ കാര്യമില്ല. കാരണം അവിടെ നെറ്റ്വർക്ക് ഇല്ല. നെറ്റ്വർക്ക് ഇന്റർനെറ്റ് ഇല്ല. അവിടെ ഒന്നും ഇന്റർനെറ്റ് പോയിട്ട് ഒന്നുമില്ല. കോൾ ചെയ്യാനോടും പറ്റൂല. ഇവിടെ ഉണ്ടോ കോട കയറിയേക്കണേ? സൈഡിൽ ഇവിടെ കല്ലെല്ലാം കോടയുണ്ട്. റോട്ടിൽ കയറി കഴിഞ്ഞാൽ പണിയായി. ഇന്നലത്തെ അതേ അവസ്ഥയായി. റോട്ടിൽ കയറിയിട്ടില്ലെങ്കിലും ഓക്കെയാണ്. ഗൈസ്, അപ്പം ഇന്ന് ഞങ്ങളൊരു നിർണായക തീരുമാനത്തേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് അല്ലേ? എന്താണ് നൈറ്റ് ഓടുക അല്ലേ? ഇവിടെ നൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലല്ല, ഇവിടെ അല്ല, സമയമൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേങ്കിൽ അവിടുത്തെ ഒരു 12 മണിൻ്റെ ഇരുട് ഇവിടെ ഒരു 8 മണിക്കുണ്ടാവും അല്ലേ? അപ്പം അതുകൊണ്ട് ചായയും ബിസ്ക്കറ്റും ഉണ്ടാവും. അത് കുടിച്ചിട്ട് പോകരുത്. ചായ കുടിക്കുന്ന സ്ഥലം കണ്ടെങ്കിൽ അതിമനോഹരമുള്ള സ്ഥലമാണ്. അതിലിങ്ങനെ ഒരു പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ. ഇവിടെ മേലെ ഒരു വില്ലേജ് ഉണ്ട് അല്ലേ? അതിലൊക്കെ കോട കെട്ടി കിടക്കുന്നുണ്ട്. നല്ല മനോഹരമുള്ള കാഴ്ച. അതെ, നമുക്ക് കുറച്ച് നേരം കൂടി വിളിച്ചോളൂ. ഇപ്പൊ 4:15 സൂര്യാസ്തമയായി. ഇവിടെ ചെറിയ ചോപ്പുണ്ട് അവിടെ. അതെ, അത് വേറെ ഏതൊരു ബൈക്ക് പ്രകാശങ്ങൾ പോണതാണ്. അതുപോലെ അങ്ങനെ പോട്ടെ. ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് നേരം കൂടി ലേറ്റ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടീൻ്റെ ലൈറ്റ് ഇട്ട് ഓടണം. ഏതായാലും കോടയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകണം. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പോണ ബൈക്ക് നെറ്റ്വർക്ക് കാര്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരു വിഷയം മാത്രമാണുള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഇറങ്ങാന്ന് പറഞ്ഞാൽ കുറേ നേരമായി നമ്മൾ ഇറക്കം തുടങ്ങിയിട്ട്. ഇവിടെ നല്ല ഇരുടായി. ഇരുട് കയറി. പിന്നെ നമ്മുടെ വണ്ടിയുടെ പ്രശ്നം അത് തീർന്നിട്ടില്ല. അതിപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ചാടാണ്. വണ്ടി കുതിര ചാടുമ്പോൾ അങ്ങനെ ചാടുകയാണ്. ചാടിക്കാണ്. അപ്പം നമ്മളെന്താ വെച്ചാൽ അതിൽ വല്ലാതെ വാഹനങ്ങളും ഇല്ല, അധികം ആളുകളും ഇല്ലാത്തൊരു ചുരമാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് അടിയൊക്കെ തന്നെ വേണ്ടി വരും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നാക്കണമെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ പോരുന്ന വഴിയിൽ എവിടെ നിന്നേലൊക്കെ നോക്കണം. അത് പക്ഷേ എങ്കിൽ അപ്പം പിന്നെ ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഇത് നോക്കണ്ടെന്ന് കരുതി. ഇതിപ്പോൾ നമ്മൾ കുറേ പോന്ന് കഴിഞ്ഞിട്ടുണ്ടായതേ. കുറേ പോന്ന് കഴിഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നോക്കൽ നിർബന്ധമാണെങ്കിൽ നാളെ എന്താ പറയുക, താഴത്തേക്ക് എത്തിയിട്ട് താഴത്തേക്ക് എത്തുമല്ലേ നമുക്ക് നോക്കുക. കാരണം ഞങ്ങൾക്ക് ഇനി ഒരു ചുരം കയറി ഇറങ്ങണം. കയറാനുണ്ട്. ഇപ്പം ഞങ്ങൾ ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഒറ്റൊന്നുകൂടി കയറാണ്ടല്ലോ. ഒന്നുകൂടി കയറാണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു 10-40 കിലോമീറ്ററൊക്കെ കയറാണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയാണ് കഥ എന്ന് പറയാം. ഏതായാലും ഈ ആള് കഴിഞ്ഞാൽ ചേർത്തും കൂടെ ഞങ്ങളിങ്ങനെ ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. പതുക്കെ പോകാനേ പറ്റുള്ളൂ. അതിലെ കോടയല്ല, അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ പ്രശ്നമല്ല, പിന്നെ ആളുകളുടെ ശല്യമല്ല, അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് സുഖമായിട്ട് പോവാം. ഇടയ്ക്ക് ഇതേപോലെ വണ്ടി കയറി വരും ചെയ്യും. എപ്പോഴേലൊക്കെ ഒരു വണ്ടി ഇങ്ങനെ വരുമ്പോൾ അതൊരു ആശ്വാസമാണ്. അത് കാണുമ്പോൾ വണ്ടികൾ വരുന്നുണ്ടല്ലോ എന്നുള്ളത്. പിന്നെ നമ്മുടെ ആർമിയുടെ ക്യാമ്പുകൾ പലയിടങ്ങളിലായിട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ആണെങ്കിൽ നമുക്ക് അവിടെ ചോദിക്കാം. അനിയന്മാരെ ഞാനും കുക്കും നല്ല പെടല പൊട്ടിക്കണം. നല്ല പൊട്ടിട്ടു. സംഭവം വെച്ചാൽ നമ്മളെ വണ്ടിൻ്റെ ഉച്ചക്ക് ഉണ്ടായൊരു പ്രശ്നം എപ്പോഴും ഉണ്ടായി. വണ്ടി ഓഫായി നിന്നൂടെ അല്ലേ? ഒരു തള്ളി ഞാൻ ഒരു തള്ളിയൊക്കെ സ്റ്റാർട്ടാക്കി നോക്കി. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഇനി ബോർഡറിലേക്ക്, അതായത് നമ്മളെ ആസാം ബോർഡറിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. പിന്നെ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഒരു ദിവസം ഇങ്ങോട്ട് കയറി വന്നെന്ന് വെള്ളം എടുക്കുകയൊക്കെ ചെയ്തില്ലേ? ആ ഒരു ഏരിയയാണ്. ആ കാണുന്ന പാലമാണത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ആ ഒരു ലാൻഡ് സ്ലൈഡിങ് ഒക്കെ നടന്ന ഏരിയ. നമ്മൾ വെള്ളം എടുത്തത് ആ ഒരു പാലത്തിൻ്റെ അപ്പുറത്തായിരുന്നു. അവിടെയാണ് വന്ന് പോയിട്ടുള്ളത്. ഇവിടെ ആണെങ്കിൽ നെറ്റ്വർക്ക് ഇല്ല, ഒന്നുമില്ല. നമുക്ക് ആർക്കും വിളിച്ചിട്ട് പോലും ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. എന്ത് ചെയ്യുമെന്ന് ആലോചിക്കണം. നമുക്ക് വേണമെങ്കിൽ തള്ളി സ്റ്റാർട്ടാക്കണമെങ്കിൽ ഇപ്പോൾ ഈ ഇറക്കം വിട്ടാൽ സ്റ്റാർട്ടാവും. ഇതിങ്ങനെ ഇറക്കമാണ്. ഇതിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ സ്റ്റാർട്ടായി പോകും. പക്ഷേങ്കിൽ
നിൽക്കണ്ടേ, സ്റ്റാർട്ടിങ്ങിൽ നിലക്കണല്ല, വണ്ടി ഓഫാകുവാണ്. ഏതായാലും ഞങ്ങൾ എങ്ങനെയൊക്കെ പതുക്കെ താഴത്തേക്ക് എത്തിച്ചാൻ പറ്റുമോ നോക്കട്ടെ അല്ലേ. ഒരു ഹോട്ടലിലാണ്. ബൈ വാട്ട്സ് യുവർ നെയിം? സർഗി തവാങ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഗൈസ് സത്യം പറഞ്ഞാൽ നല്ല പെടല വിട്ട്, പക്ഷേ എങ്കിൽ ഈ ഒരു പ്ലേസ് ഇവിടെ ഉണ്ടായതുകൊണ്ട് നമ്മുടെ വണ്ടി കണ്ടാ പിന്നെന്താ നമ്മുടെ കൂമ്മൻ കിടക്കണ കടത്ത കണ്ടുകള്. കൂമ്മൻ്റെ വിഷയം എന്താന്നുള്ളത് നമുക്ക് നാളെ അറിയുള്ളൂ. തീർന്നത് വെച്ച് കാണുന്ന ലെവലിൽ ഇറങ്ങിയതാണ്. ഏതായാലും സേഫായുള്ള സ്ഥലത്താണ്, കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. വിറക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഞങ്ങൾ ഈ വിറയിലോട് കൂടി അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ നാളെ കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.